എല്ലാവർക്കും നമസ്കാരം. 2024 മെയ് മാസം 3, 4, 5 തീയതികളിൽ ശ്രീ പാട്ടുപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക വിശ്വരക്ഷായാഗം നടക്കുകയാണ്. പാട്ടുപറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഴയകാല വെട്ടത്തുനാട്ടിലാണ്. പഴയകാല വെട്ടത്തുനാട് കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാടാണ്. കേരളത്തിൽ ജീവിച്ചിരുന്ന 48 ബഹുമുഖ പണ്ഡിതന്മാരിൽ 38 പണ്ഡിതന്മാരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും ആയിരുന്നു ഇത്. അവരെല്ലാവരും ദേവി ഉപാസകരായിരുന്നു, ശ്രീചക്ര ഉപാസകരായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കേരളത്തിൻ്റെ 2 അറ്റങ്ങളിലേക്കും ആത്മീയതയും അതുപോലെ തന്നെ ഐശ്വര്യവും അതിൻ്റെ പ്രഭ പരന്നതിൻ്റെ പ്രഭവ കേന്ദ്രമാണ് ഈ വെട്ടത്തുനാട്. ഈ വെട്ടത്തുനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി സ്ഥാനമാണ്, ഒരു ദേവീ സ്ഥാനമാണ് പാട്ടുപറമ്പിൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രാങ്കണത്തിലാണ് നവചണ്ഡിക വിശ്വരക്ഷായാഗം നടക്കുന്നത്. ഇവിടെ ഈ യാഗം നടക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വെട്ടത്തുനാട്ടിലെ ക്ഷേത്രങ്ങളെല്ലാം ത്രികോണ ഭാവസ്ഥാനങ്ങളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ ത്രികോണ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളത് വരച്ചു കഴിഞ്ഞാൽ, ഓരോ ക്ഷേത്രത്തിൻ്റെയും സ്ഥാനം വരച്ചു കഴിഞ്ഞാൽ ത്രികോണഭാവമായിരിക്കും. ആ ത്രികോണഭാവം ശ്രീചക്രത്തെയാണ് നമുക്ക് സൂചന തരുന്നത്. അപ്പൊ ശ്രീചക്രം ദേവിയുമായി ബന്ധപ്പെട്ടതാണ്, നിരവധി എല്ലാ ദേവതമാരെയും ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള ശ്രീചക്ര ഭാവത്തിലെ ഒരു കോണിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ നവചണ്ഡികായാഗം നടക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ ഒരു സ്ഥലത്തും ശ്രേഷ്ഠമായ യാഗവുമാണ് ഇത്. ഈ യാഗത്തില് ഇപ്പൊ ഈ പ്രദേശത്ത്, ഇത് മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ വെട്ടത്തുനാട്, ഈ ക്ഷേത്രം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഉള്ളവർ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിന്റെ 2 അറ്റങ്ങളിലേക്കും ഐശ്വര്യവും ആത്മീയതയും പ്രദാനം ചെയ്തിരുന്നതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലാണ് ഈ യാഗം നടക്കുന്നത്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള ആളുകളും ഈ യാഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതിനുള്ള സംവിധാനമൊക്കെ നമ്മുടെ ഈ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്.